നമസ്തേ. നന്മയുടെ നല്ല ഫലങ്ങൾ കൈവരുമ്പോൾ അതിൽ നിന്നുള്ള സുഖം പരമാവധി അനുഭവിക്കാനല്ലാതെ അതൊന്നും വേണ്ടെന്ന് വയ്ക്കാനോ ഒഴിഞ്ഞു മാറാനോ ആരും തന്നെ ശ്രമിച്ചു കാണാറില്ല. അതേസമയം അതേ ആളുകൾ തന്നെ തിന്മയുടെ കയ്പേറിയ ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതുമാത്രം ത്യജിക്കാനും രക്ഷപ്പെടാനും ഒക്കെ പരിഭ്രാന്തരായി ഉഴറി നടക്കുന്നത് കാണാം. മനുഷ്യരങ്ങനെയാണ്. അവർക്ക് സുഖാനുഭവങ്ങൾ മാത്രം മതി. ഈശ്വരൻ ഒരാൾക്കും സുഖം മാത്രമായി നൽകുമോ? എന്തേ അത് ചിന്തിക്കാത്തത്? സുഖദുഃഖങ്ങളെ സമ്മിശ്രമായി കാണണം. അത് കാണാനും അനുഭവിക്കാനും മനുഷ്യന് കഴിയണം. സുഖങ്ങളെ പോലെ ദുഃഖങ്ങളെയും സ്വീകരിച്ച് അനുഭവിക്കേണ്ടതാണ്. അതാണ് ജീവിതം. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ച് തീർക്കണം എന്നതാണ് വിധി നിശ്ചയം. ആ നിശ്ചയത്തിൽ വിധേയനായേ പറ്റൂ. തന്നെ തോൽപ്പിക്കാൻ വരുന്നവൻ തോൽക്കണമോ അതോ ജയിക്കണമോ എന്ന് നിശ്ചയിക്കാൻ വിധി അവൻ്റെ മുമ്പേ നടക്കുന്നുണ്ട്. ആ വിധിക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. നമ്മുടെ ചുറ്റും ഉള്ളവരൊക്കെ നല്ലവരായിരിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുക. അങ്ങനെയൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. അയൽവക്കത്തുള്ളവൻ ദിവസവും മദ്യപിച്ച് വന്ന് ബഹളമുണ്ടാക്കിയാൽ നമുക്കവിടെ സുഖമായി കിടന്നുറങ്ങാൻ കഴിയുമോ? നമ്മുടെ വീട്ടിൽ അയൽവക്കത്ത് ബഹളമുണ്ടാക്കുന്ന ഒരു ഭ്രാന്തനുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടുമോ? എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ. നാം ഒരിക്കലും സ്വാർത്ഥനായി പോകരുത്. നല്ല മനസ്സുണ്ടായാൽ ആ മനസ്സിലേക്ക് നല്ല ചിന്തകൾ വരും. ആ ചിന്തകൾക്ക് ചുറ്റും പരിമളവും പരത്തും. ഒരു കാരണവുമില്ലാതെ അകാരണമായും നിരന്തരമായും നമ്മളോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും ശിക്ഷ അറിയിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ നടന്നു പോകുന്ന വഴിയിലേക്ക് മത്സ്യം കഴുകിയ വെള്ളം ഒഴിക്കുക, നമ്മുടെ വീടിൻ്റെ ജനലയുടെ ഭാഗത്ത് ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുക, ഉറക്കെ ടി വി തുറന്ന് വെച്ച് ശബ്ദമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ വല്ലാതെ ദ്രോഹിക്കുന്നവർ തീർച്ചയായും ശിക്ഷ അർഹിക്കുന്നവരല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ എന്തായിരിക്കണം ആ ശിക്ഷ? അത് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയുമായിരിക്കണം. ആ ശിക്ഷയിൽ അവർ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന മട്ടിലുള്ളതായിരിക്കണം എന്ന് മാത്രം. അവരുടെ മകളുടെ വിവാഹം ഉറപ്പിക്കുന്ന ദിവസം ഈ അയൽവാസിയെ ഇവരെ മാത്രം അവർ വിളിച്ചില്ല. പറയുമ്പോൾ തൊട്ടടുത്ത വീട്. ചിലരങ്ങനെയാണ്. ദ്രോഹിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ കണ്ണും മൂക്കും ഒന്നും ഉണ്ടാവില്ല.
അന്ന് രാത്രി ആ വീട്ടുകാരൻ കിണറ്റിൽ വീണു. ഉറക്കക്ഷീണമായിരുന്നു. മകളുടെ എൻഗേജ്മെന്റ് നടക്കുന്നതിൻ്റെ കുറച്ച് ബഹളത്തിലുള്ള ഉറക്കക്ഷീണമായിട്ട് കിണറിലേക്ക് മറിഞ്ഞു വീണു. ഭയങ്കര കരച്ചിലും ബഹളവും ആയി. ഒച്ച കേട്ട് ഇദ്ദേഹം ഓടിച്ചെന്ന് കിണറ്റിലിറങ്ങി വളരെ പ്രയാസപ്പെട്ട് എല്ലാവരും കൂടി കരയ്ക്ക് കയറ്റി. പറയുമ്പോൾ എന്നും ശത്രുത കാണിച്ച ആളാ ഓടിച്ചാടി ആളെ രക്ഷപ്പെടുത്താനുണ്ടായത്. അദ്ദേഹത്തിനിപ്പം ബോധമില്ല. ഇയാൾ ഉടനെ തന്നെ വീട്ടിലേക്ക് ഓടി കാറെടുത്ത് കൊണ്ടുവന്ന് അതിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഭാര്യയും മകളും ഇയാളുടെ കൂടെ പോയി. എല്ലാവരും ഉണ്ട് ആശുപത്രിയിൽ. ആശുപത്രിയിലെത്തി പണം അടയ്ക്കാൻ പറഞ്ഞു. ഈ ശത്രുവായി കണ്ട ഇയാൾ ഉടനെ കൗണ്ടറിൽ പോയി പണം അടച്ചു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. 2 മണിയായപ്പോൾ ബോധം വന്നു. അതിനുശേഷമാണ് ഈ ശത്രു എന്ന് പറയുന്ന ഇയാളും ഭാര്യയും മടങ്ങിപ്പോകുന്നത്. ഇതാണ് അവർ പോലും ഞെട്ടിപ്പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന ശിക്ഷ. നമ്മളെ ശത്രുവായി കരുതിയവനാണ്, എല്ലാ ദ്രോഹങ്ങളും ചെയ്തവനാണ്. പക്ഷെ അയൽവാസിയാണെന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഒരു നല്ല അയൽക്കാരനെ ഒരു കാരണവുമില്ലാതെ ശത്രുപക്ഷത്ത് നിർത്തി ദ്രോഹിച്ചതിൻ്റെ ശിക്ഷ ആണ്. ഇദ്ദേഹം ഒരു കാറ് വാങ്ങിയതാണ് മറ്റാളെ പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം. ഒടുവിൽ ആ കാറ് തന്നെ വേണ്ടി വന്നു ഇയാൾക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ. നാം ആരെ സഹായിക്കുമ്പോൾ അവർ നമ്മോട് ചെയ്ത ദ്രോഹം, നാം അവർക്ക് ചെയ്തു കൊടുത്ത സഹായം, ഇത് രണ്ടും എപ്പോഴും നമ്മൾ മറക്കണം. നാം ചെയ്തു കൊടുത്ത സഹായവും അവർ നമ്മളോട് ചെയ്ത ദ്രോഹവും നമ്മൾ മറക്കണം. അന്യരെ ദ്രോഹിക്കുന്നതിൽ സുഖം കാണുന്ന അധമന്മാരിൽ തന്നെയാണ് അവർ ചെയ്യുന്ന ദ്രോഹഫലം വന്നടിയുന്നത്. എപ്പോഴും അങ്ങനെ ആർക്കാണോ ദ്രോഹം ചെയ്യുന്നത് അതിൻ്റെ ശിക്ഷയൊക്കെ അവർ വന്നടിയും. അതാണ് ഈശ്വര നിശ്ചയം. അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.